നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്ത്? കൊച്ചി രാജ്യാന്തര വിമാനത്താവളം കേന്ദ്രീകരിച്ച് ലഹരിക്കടത്ത് വ്യാപകമാകുന്നുവോ? കുറ്റകൃത്യങ്ങളുടെ ഉള്ളറകൾ തേടി കാക്കി. കാസർഗോഡ് കാഞ്ഞങ്ങാട് നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. മംഗലാപുരത്ത് ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി ചൈതന്യ ശനിയാഴ്ച രാത്രിയാണ് ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പെൺകുട്ടി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് കണ്ട കൂട്ടുകാരികൾ ബഹളം വെച്ചതിനെ തുടർന്ന് ഓടിയെത്തിയവർ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഹോസ്റ്റൽ വാർഡനുമായുണ്ടായ തർക്കത്തെ തുടർന്നാണ് ആത്മഹത്യാ ശ്രമം. വാർഡൻ മാനസികമായി പീഡിപ്പിക്കുന്നതായും അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഭക്ഷണത്തെക്കുറിച്ചും സൗകര്യത്തെക്കുറിച്ചും പരാതി പറഞ്ഞതിനെ തുടർന്ന് ശത്രുതയോടെ വാർഡൻ പെരുമാറിയെന്നും ചൈതന്യയുടെ കൂട്ടുകാരികൾ പറഞ്ഞു. സുഖമില്ലാതെ കിടന്ന സമയത്ത് ചൈതന്യയ്ക്ക് വാർഡൻ മതിയായ ഭക്ഷണം പോലും നൽകിയില്ലെന്നും പരാതിയുണ്ട്. വാർഡനെതിരെ മറ്റു വിദ്യാർത്ഥികളടക്കം മുമ്പും പരാതി നൽകിയിരുന്നുവെന്നും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ ആശുപത്രിക്ക് മുന്നിൽ ക്ലാസ് ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പോലീസ് ലാത്തിച്ചാർജിൽ നിരവധി ABVP പ്രവർത്തകർക്ക് പരിക്കേറ്റു. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കും വരെ സമരം തുടരുമെന്ന് നേതൃത്വം വ്യക്തമാക്കി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്. കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണം. വിദ്യാർത്ഥികൾ ഒന്നാകെ ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. ക്യാമറമാൻ പ്രശോഭ് കുറ്റിയിലിനോടൊപ്പം ദുസ്ന സുരേഷ്, ജനം, കാസർഗോഡ്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 3.5 കോടിയിലേറെ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് കൊച്ചി കസ്റ്റംസ് പിടികൂടിയത്. ഭക്ഷണ പാക്കറ്റുകളുടെയും മിഠായി പാക്കറ്റുകളുടെയും മറയാക്കി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് പിടികൂടിയത്. ട്രോളി ബാഗിൽ നിറച്ച ഭക്ഷണപ്പൊതികൾക്കിടയിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കവെയാണ് കഞ്ചാവ് പിടികൂടിയത്. മിഠായി പാക്കറ്റുകൾ മറയാക്കി ബാഗേജിനകത്ത് 13 കിലോ കഞ്ചാവ് ഒളിപ്പിക്കുകയായിരുന്നു. ബാങ്കോക്കിൽ നിന്നും തായ് എയർവേസിലെത്തിയ മലപ്പുറം സ്വദേശി ഉസ്മാനാണ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. $3.5 കോടി രൂപയോളം വില വരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. വിമാനത്താവളത്തിൽ പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് കടത്ത് കണ്ടെത്തിയത്. ഏറെ വീര്യമുള്ള ഹൈബ്രിഡ് കഞ്ചാവിന് രാജ്യാന്തര വിപണിയിൽ വൻ ഡിമാൻഡാണ് ഉള്ളത്. പിടിയിലായ മലപ്പുറം സ്വദേശി ഉസ്മാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത്. മയക്കുമരുന്ന് കള്ളക്കടത്ത് വർദ്ധിച്ചതോടെ പരിശോധനകൾ കൂടുതൽ ഊർജിതമാക്കിയതായി കസ്റ്റംസ് അധികൃതർ അറിയിച്ചു. ജനം, കൊച്ചി. വടകരയിൽ കാറിടിച്ച് 9 വയസ്സുകാരി കോമയിലാവുകയും മുത്തശ്ശി മരിക്കുകയും ചെയ്ത സംഭവത്തിൽ വിദേശത്തുള്ള പ്രതി ഷെജിലിനെ നാട്ടിലെത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. കേസിൽ ഷെജിലിന്റെ ഭാര്യയെയും പ്രതി ചേർക്കും. അതേസമയം നാട്ടിലുള്ള അഭിഭാഷകനുമായി ഷെജിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരം. ഷെജിൽ സ്വമേധയാ നാട്ടിലെത്തിയില്ലെങ്കിൽ അത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാകും.
വാഹനാപകടത്തിന് ശേഷം ദുബായിലേക്ക് കടന്ന പ്രതി പുറമേരി സ്വദേശി ഷെജീലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഊർജിതമാക്കിയ അന്വേഷണ സംഘം. പ്രതി സ്വമേധയാ നാട്ടിലെത്തിയില്ലെങ്കിൽ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതോടെ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും. പ്രതിയെ നാട്ടിലെത്തിച്ചതിന് ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടത്തുക. നിലവിൽ ദുബായിലുള്ള പ്രതിയുമായി നേരിട്ട് സംസാരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഷെജീൽ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി സംസാരിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 17 രാത്രിയാണ് ചേറോട് മേൽപ്പാലത്തിന് സമീപം അപകടമുണ്ടായത്. അമ്മയ്ക്കും മുത്തശ്ശിക്കുമൊപ്പം റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ദൃഷാനിയെയും മുത്തശ്ശി ബേബിയെയും ഷെജീലും കുടുംബവും സഞ്ചരിച്ച കാർ വന്നിടിക്കുകയായിരുന്നു. അപകടത്തിൽ മുത്തശ്ശി തൽക്ഷണം മരിക്കുകയും ദൃഷാന കോമയിലാവുകയും ചെയ്തു. അമ്മയും മോളും മുന്നിൽ കടന്നത്, ഞാൻ ഇളയ മോളും വേക്കിലാണ്. അമ്മയും മുന്നിലേക്ക് കടന്ന് റോഡിൻ്റെ നടുവിലെത്തിയിട്ടുള്ള അത്രയും അങ്ങനെ ഒരു മിന്നൽ പോലെ കാറ് വന്നു പോലും തെറിപ്പിക്കലെല്ലാം കഴിഞ്ഞു. എൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് ആൾക്കാരെല്ലാം ഓടിക്കൂടി വന്നത്. മോള് നടു റോഡുമ്പിൽ അമ്മ തെറിച്ചിട്ട് ഇപ്പുറത്തേക്ക് വീണത്. രണ്ട് ആൾക്കാർ വന്ന് ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോയത്. പിന്നെ കാറ് പിന്നെ നിർത്തിയിട്ടൊന്നുമില്ലല്ലോ, അത്രയും പോയിന്. കാറിൻ്റെ വെള്ളക്കാറെന്ന് മാത്രമേ എനിക്ക് ഓർമ്മ കഴിഞ്ഞിട്ടുള്ളൂ. നമ്പറോ അങ്ങനത്തൊന്നും നോക്കേണ്ട സിറ്റുവേഷനിലല്ലല്ലോ ഉള്ളത്. അപകടം നടന്നതിനു ശേഷം കാർ മോഡിഫിക്കേഷൻ നടത്തി തെളിവുകൾ നശിപ്പിച്ചതിനു ശേഷമാണ് ഷെജിൻ വിദേശത്തേക്ക് കടന്നത്. ഷെജിൻ സ്വമേധയാ നാട്ടിലെത്തിയില്ലെങ്കിൽ അത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാകും. ജനം, കോഴിക്കോട്. ക്രൈം നന്ദകുമാറിനെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ്. 4 കേസുകളാണ് എറണാകുളം നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ വിമർശിച്ചതിനാണ് കേസെടുത്തത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ വിമർശിച്ചതിനാണ് 3 കേസുകളും. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ് 4ാമത്തെ കേസ്. കലാപ ആഹ്വാനത്തിന് 192 വകുപ്പ് ചേർത്താണ് കേസ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ക്രൈം നന്ദകുമാർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ നന്ദകുമാർ, 4 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 4 കേസുകളും മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്ന കുറ്റം ചുമത്തിയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? അതായത് കലാപം ഞാൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. മേപ്പാടി ദുരന്തത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്ന വൻ വീഴ്ചയെക്കുറിച്ച് വിമർശിച്ചതിനാണ് ഞാൻ വാർത്ത ചെയ്തത്. അപ്പം അത് കലാപം ഉണ്ടാക്കാനുള്ള കാരണമാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ കേസ് എടുത്തിരിക്കുന്നത്. മേപ്പാടി ദുരന്തത്തിൽ നടന്നിട്ടുള്ള ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അലംഭാവമാണ് അതിൽ പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുള്ളത്. മുമ്പ് ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് നടത്തിയതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ആ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം പിണറായി വിജയനെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരിക്കലും നിയമപരമായി നിൽക്കുന്ന ഒരു സംഭവമല്ല. നേരത്തെ ഇതേപോലെ ഒരു കേസ് എടുത്തിരുന്നു സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തില്. അപ്പൊ അതില് എന്നെ അറസ്റ്റ് ചെയ്തു. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി. മാത്രമല്ല എന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറും എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ടുപോയി. അത് ഞാൻ കോടതിയിൽ ക്ലെയിംസ് പെറ്റീഷൻ കൊടുത്തപ്പോൾ ഈ കേസേ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എറണാകുളം ACJM കോടതി ഉത്തരവിട്ടത്. ഇത് അങ്ങനെ ഒരു ഓർഡർ ഉണ്ടായിട്ടും അതേപോലെ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ പ്രധാനമന്ത്രിയെ അടക്കം വിമർശിച്ചാൽ പോലും അങ്ങനെ കേസ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ വേണമെങ്കിൽ അവർക്ക് ഡിഫമേഷൻ കേസ് കോടതിയിൽ നേരിട്ട് കൊടുക്കാം എന്നുള്ളതാണ് നിയമം. ആ നിയമമൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ കലാപം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തത്. ശ്രീ നന്ദകുമാർ, ഇവിടെ ബോധപൂർവം ഒരു ആസൂത്രിതമായ നീക്കമാണ് ഇതിന് പിന്നിലെന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ പാടില്ല. ഒരാളും മുഖ്യമന്ത്രിയെ വിമർശിക്കരുത്. വിമർശിച്ചാൽ അത് എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും എന്ത് അപരാധം ചെയ്തു കഴിഞ്ഞാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരാളും വിമർശിക്കുക പാടില്ല. അത് തന്നെയാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ നിഷ്കർഷിക്കുന്നത്, അല്ലേ? അതുതന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. അങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കള്ളക്കേസ് എടുക്കും, ഓഫീസിൽ കയറും, ഓഫീസിലെ കമ്പ്യൂട്ടറും ക്യാമറയും അതേപോലുള്ള മറ്റു സംവിധാനങ്ങളും എടുത്തുകൊണ്ടുപോകും. ഓഫീസും മാത്രമല്ല വീട് റെയ്ഡ് ചെയ്യും. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിൽ നിർത്തി ഹറാസ് ചെയ്യും. ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. പക്ഷെ ജാമ്യം കിട്ടുന്ന വകുപ്പ് എന്ന് പറഞ്ഞിട്ട് കേരള അങ്ങനെ കേസ് എടുക്കാനേ അധികാരമില്ല.
ഇങ്ങനെ മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ എന്തിന് പ്രധാനമന്ത്രിയെ വിമർശിക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് പിണറായി വിജയനെ വിമർശിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഈ മേപ്പാടി ദുരന്തം പോലുള്ള വലിയ സംഭവത്തിൽ ഗവൺമെന്റിന്റെ അനാസ്ഥയെക്കുറിച്ച് നമ്മൾ വിമർശിച്ചു കഴിഞ്ഞാൽ അത് കലാപത്തിന് ആഹ്വാനം എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും എടുക്കാൻ പറ്റാത്ത വകുപ്പുകൾ വെച്ച് കേസെടുക്കുന്നത് കേട്ടുകേൾവില്ലാത്ത കാര്യമാണിത്. എനിക്കെതിരെ മാത്രമല്ല, ഈ അടുത്ത കാലത്ത് മറുനാടൻ ഷാജിനെതിരെ ഇതേ വകുപ്പ് വെച്ചിട്ട് മുഖ്യമന്ത്രി വിമർശിച്ചു എന്നുള്ള കേസെടുത്തിട്ടുണ്ട്. അതുപോലെ DNA ന്യൂസിനെതിരെ എടുത്തിട്ടുണ്ട്, സൂരജ് പാലക്കാരനെതിരെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി ഓൺലൈൻ ചാനലുകൾക്കെതിരെ കേസെടുക്കുകയും അവരുടെ ഓഫീസിൽ കയറി ക്യാമറയും ഇതേപോലെ കമ്പ്യൂട്ടറൊക്കെ എടുത്തുകൊണ്ട് ഓഫീസ് പ്രവർത്തനം നിർത്തിവെപ്പിക്കുക എന്നൊക്കെയുള്ള പരിപാടികളാണ് ഇവർ ചെയ്യുന്നത്. പോലീസിനെ നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് മുകളിൽ നിന്നുള്ള സമ്മർദ്ദപ്രകാരമാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഈ ഇവിടെ ഇത് എനിക്കെതിരെ എടുത്തിരിക്കുന്ന സൈബർ പോലീസ് എറണാകുളമാണ്. അവർക്ക് സത്യസന്ധമായിട്ട് അറിയാം ഈ കേസ് നിലനിൽക്കുകയില്ല എങ്കിലും മുകളിൽ നിന്നുള്ള സമ്മർദ്ദപ്രകാരമാണ് അവര് വീട് റെയ്ഡ് ചെയ്യാനും ഓഫീസ് റെയ്ഡ് ചെയ്യാനൊക്കെ വരുന്നത്. ഇത് ചെറിയൊരു സംഭവമല്ല, മൊത്തത്തിൽ പത്രസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമാണ്. മാത്രമല്ല ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതിൽ വളരെയധികം നന്ദി ശ്രീ നന്ദകുമാർ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. മറ്റു വാർത്തയിലേക്ക്. ചെമ്പൂരി ശശി കൊലക്കേസിൽ പ്രതി ബിനുവിന് ജീവപര്യന്തം കഠിന തടവും പിഴയും നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2015 ജനുവരി 6-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ശശിയുടെ ഭാര്യ പ്രതി ബിനുവിന്റെ കയ്യിൽ നിന്നും വസ്തു വിലയ്ക്ക് വാങ്ങിയിരുന്നു. വിറ്റ വസ്തുവിലുള്ള കൈത്തറിയും ചർക്കയും ബിനുവിന് കൊടുക്കണമെന്നാവശ്യപ്പെട്ട് പിന്നീട് ഇയാൾ ശശിയെ ഭീഷണിപ്പെടുത്തി. ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഈ കേസിലെ പ്രതി ബിനുവിന്റെ വക 7.5 സെന്റ് വസ്തു മരണപ്പെട്ട ശശിയുടെ ഭാര്യ വിലയ്ക്ക് വാങ്ങിയിരുന്നു. അതിലുണ്ടായിരുന്ന ഒരു ചർക്ക ബിനുവിന് തിരികെ വേണമെന്ന് ഈ ഇടപാട് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് ശേഷം ശല്യപ്പെടുത്താനും നിരന്തരം ഭീഷണിപ്പെടുത്താനും തുടർന്നു. അതിൽ വെച്ചുള്ള വിരോധമാണ് ശശിയെ പിന്നീട് ഈ ചർക്ക തിരികെ കൊടുത്തില്ല എന്ന വിരോധ കാരണത്താൽ കൊലപ്പെടുത്തിയത്. വെള്ളറടയ്ക്ക് സമീപം ചെമ്പൂര് മാർക്കറ്റ് ജംഗ്ഷനിൽ പബ്ലിക് റോഡിൽ വെച്ചാണ് ഈ അരിങ്കൊല നടന്നിട്ടുള്ളത്. ഈ കൃത്യം നടക്കുന്ന സമയത്ത് ശശി മരണപ്പെടുമ്പോൾ ഭാര്യയെ 3 പെൺകുട്ടികളുമാണ് അയാൾക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ജഡ്ജ്മെന്റിൽ വിക്ടിം കോമ്പൻസേഷൻ ആക്ട് പ്രകാരം ശശിയുടെ ഭാര്യയ്ക്ക് ധനസഹായം ചെയ്യുവാനുള്ള ഒരു പ്രത്യേക ഡയറക്ഷൻ കൂടെ തിരുവനന്തപുരം ജില്ലാ ദിൽസെ അധികാരികൾക്ക് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു കാണുന്നു. ശശിയുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന വെട്ടുകത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ശശിയുടെ തലയിലും കഴുത്തിലും മാരകമായി പരിക്കേറ്റു. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. കൃത്യത്തിനുപയോഗിച്ച വെട്ടുകത്തി പോലീസ് കണ്ടെത്തിയിരുന്നു. വെള്ളറട പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. പിഴയടയ്ക്കാത്ത പക്ഷം 6 മാസം കൂടി അധിക തടവും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് മർദ്ദനം. 2 പേർക്കെതിരെ കേസെടുത്തു. കണ്ണഞ്ചേരി സ്വദേശി കാർത്തികേയനെ മർദ്ദിച്ച കേസിൽ മുഹമ്മദ് റസീൽ, മുഹമ്മദ് നിഹാൽ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇരുവരെയും അറസ്റ്റ് ചെയ്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഞായറാഴ്ച രാത്രിയാണ് സംഭവം. പന്നിയങ്കരയ്ക്ക് സമീപം കണ്ണഞ്ചേരി ന്യൂജനത സെയിൽസ് ആൻഡ് സർവീസ് പെട്രോൾ പമ്പിലാണ് ആക്രമണം നടന്നത്. അരക്കിണർ സ്വദേശികളായ മുഹമ്മദ് റസീൽ, മുഹമ്മദ് നിഹാൽ എന്നിവർ പെട്രോൾ പമ്പ് ജീവനക്കാരനായ കാർത്തികേയനെ ആക്രമിക്കുകയായിരുന്നു. 2 ദിവസം മുൻപ് പെട്രോൾ അടിക്കുന്നതിനെ ചൊല്ലി പ്രതികളും കാർത്തികേയനും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. അതിന്റെ വൈരാഗ്യമാണ് അക്രമത്തിൽ കലാശിച്ചത്. അക്രമത്തിൽ കാർത്തികേയന്റെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് ജീവനക്കാർ ഇടപെട്ടാണ് അക്രമം അവസാനിപ്പിച്ചത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കാർത്തികേയന്റെ പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്ത മുഹമ്മദ് റസീൽ, മുഹമ്മദ് നിഹാൽ എന്നിവരെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ജനം, കോഴിക്കോട്.